ഹായ് ഹലോ മദർ യൂണിവേഴ്സിലേക്ക് സ്വാഗതം. ഞാൻ ഈ കൊടുത്തിരിക്കുന്നത് രാശിയാണ്. ഞാൻ റീഡിങ്ങിൽ നിങ്ങൾക്ക് ഈ സോഡിയ സൈനിനെ കുറിച്ചെല്ലാം അറിയാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാതെ പോകുന്നത്. ഇനി മുതൽ ഞാൻ അതിൻ്റെ മലയാളം തന്നെ പറയും, കാരണം ഒരുപാട് ഇതിനെക്കുറിച്ച് അറിയാൻ വയ്യാത്ത ആൾക്കാർ ഇത് കേൾക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടി ഇനി അതിൻ്റെ മലയാളം തന്നെ പറഞ്ഞ് മുന്നോട്ട് പോകും. എങ്കിലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതായതുകൊണ്ട് ഞാനിതിവിടെ പോസ്റ്റ് ചെയ്യുന്നു. ഏരീസ് മേടമാസമാണ്. നിങ്ങൾ ജനിച്ചത് മാർച്ച് 21-നും ഏപ്രിൽ 19-നും ഇടയിലാണ് നിങ്ങൾ ജനിച്ചതെങ്കിൽ നിങ്ങളുടെ സോഡിയാക് സൈൻ വരുന്നത് ഏരീസ് ആണ്. അതിൻ്റെ ചിഹ്നം കാണിക്കുന്നത് ഒരു മുട്ടനാടിൻ്റെ തലയാണ് അതിന് ചിഹ്നം കാണിക്കുന്നത്. ഏരീസ് അഥവാ മേടം രാശിയിൽ പിറന്ന വ്യക്തികളാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ വൃക്ഷം എന്ന് പറയുന്നത് ഫിർ എന്ന് പറയുന്ന ഒരു വൃക്ഷമാണ്. വൃക്ഷത്തിൻ്റെ പേരാണത്. പക്ഷി പരുന്താണ്. നിങ്ങളുടെ നിറം എന്ന് പറയുന്നത് ചുവപ്പ് നിറമാണ് നിങ്ങൾക്ക് ഏറ്റവും ലക്കി നിറമായിട്ട് പറയുന്നത്. നിങ്ങളുടെ ലക്കി നമ്പർ 9 ആണ്. എലിമെൻറ്റ് വരുന്നത്, എലിമെൻ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് 4 എലിമെൻ്റ് ആണുള്ളത്: വെള്ളം, വായു, അഗ്നി, ഭൂമി. നിങ്ങൾക്കുള്ളത് ഫയർ എലിമെൻ്റ് ആണ്. നിങ്ങളുടെ ദിശ എന്ന് പറയുന്നത് കിഴക്ക് വശമാണ് നിങ്ങൾക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ദിശ. നിങ്ങൾക്കിത് വ്യക്തമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഏരീസ് അഥവാ മേടം രാശിയിൽ പിറന്ന ആൾക്കാരുടെ സ്വഭാവ സവിശേഷതകൾ: സാഹസികത കൂടുതൽ ഇഷ്ടപ്പെടുന്ന വ്യക്തികളായിരിക്കും നിങ്ങൾ. ഏതൊരു കാര്യത്തിലോട്ടും അധികമായ മോഹമുണ്ടായിരിക്കും. അങ്ങനെ മോഹം തോന്നത്തില്ല. മോഹം തോന്നിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അമിതമായിട്ടുള്ള ഒരിഷ്ടമായിരിക്കും അതിനോട് തോന്നുക. ഒരുപാട് ശക്തിയുള്ള വ്യക്തികളായിരിക്കും, ധൈര്യമുള്ളവരായിരിക്കും. ഈ വ്യക്തികളിൽ ഒരുപാട് ആത്മവിശ്വാസം കാണും. ഉത്സാഹശീലരായിരിക്കും ഇവർ. അവർക്ക് തന്നെ പ്രചോദനം നൽകിക്കൊണ്ടിരിക്കും. എപ്പോഴും സ്വതന്ത്രമായി ജീവിക്കാൻ ഇഷ്ടപ്പെടുന്നവരും അല്ലെങ്കിൽ തന്നെ അവർ ഒറ്റപ്പെടുന്നവരുമായിരിക്കും, സ്വതന്ത്രരായി തീരുന്നവരുമായിരിക്കും. സത്യസന്ധരായിരിക്കും, സത്യം ഇഷ്ടപ്പെടുന്ന വ്യക്തികളുമായിരിക്കും. ഇങ്ങനെയുള്ള വ്യക്തികളുടെ നെഗറ്റീവ് ഭാഗമെന്ന് പറയുന്നത് ഭയങ്കര ആവേശമായിരിക്കും. ആവേശത്തിൻ്റെ മുകളിൽ ആവേശമായിട്ട് ഓരോ അബദ്ധങ്ങൾ വരുത്തി വയ്ക്കും. അക്ഷമരായിരിക്കും. ഒരു കാര്യത്തിന് കുറച്ച് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ വെയിറ്റ് ചെയ്യില്ല. ഇന്നൊരു കാര്യം പറഞ്ഞാൽ അതെനിക്ക് നാളെ കിട്ടണം. ഒരു കാര്യത്തിനെക്കുറിച്ചും ഒരു ക്ഷമ അവർക്ക് കാണില്ല. ഇപ്പോൾ ഒരു സാധനം വീട്ടിൽ വന്നു എന്ന് വിചാരിക്കുക, അത് വീട്ടിലൊരാളിൻ്റെ കുറവുണ്ട്, അവരും കൂടി വന്നിട്ട് അത് പൊട്ടിച്ചാൽ മതി എന്ന് വിചാരിച്ചാൽ പറ്റില്ല. നിങ്ങൾക്ക് ആ ഒരു സമയത്ത് തന്നെ അതിൻ്റെ അകത്ത് എന്താണ് എന്ന് അറിയാത്തിടത്തോളം നിങ്ങൾക്ക് ഒരു ക്ഷമയും കാണില്ല. അതപ്പോൾ തന്നെ പൊട്ടിച്ച് നോക്കണം. എക്സാമ്പിളാണ് പറഞ്ഞത്. ഇതുപോലെ ക്ഷമിച്ച് നിൽക്കാൻ അല്ലെങ്കിൽ അത് പിന്നീട് ആകട്ടെ എന്ന് വിചാരിച്ച് കാത്തു നിൽക്കാനുള്ള ഒരു ശക്തി നിങ്ങൾക്ക് കുറവായിരിക്കും. പെട്ടെന്ന് ദേഷ്യപ്പെടുന്ന വ്യക്തിയായിരിക്കും. കുറച്ച് അഹംഭാവവും സ്വാർത്ഥ താല്പര്യങ്ങളും ശാഠ്യം, ഏറ്റുമുട്ടൽ എന്നിവയെല്ലാം ഈ രാശിക്കാരിൽ കാണുന്നു. പലപ്പോഴും ഇവർക്ക് ക്ഷീണം അനുഭവപ്പെടാറുണ്ട്. ഇടയ്ക്കിടയ്ക്ക് അവരുടെ ശരീരഭാഗങ്ങൾ പൊള്ളലുകൾ ഏൽക്കാനും സാധ്യതയുണ്ട്. ചെറുതായിട്ട് കിച്ചണിൽ നിൽക്കുമ്പോഴോ മറ്റോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ പെട്ടെന്ന് പൊള്ളലേൽക്കുന്ന ഒരു പ്രവണത ഈ ഒരു നാളുകൾ കണ്ടുവരുന്നുണ്ട്. നിങ്ങളുടെ രാശിയിൽപ്പെടുന്ന വൃക്ഷത്തെയോ പക്ഷിയെയോ അല്ലെങ്കിൽ മറ്റെന്തും അതിനെ ഉപദ്രവിക്കാൻ പാടില്ല എന്നുള്ളതാണ്. ഈ ഫിർ മരം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായി കാണും. ക്രിസ്മസ് ട്രീയുടെ രൂപത്തിലുള്ളതാണ്. നമ്മൾ ക്രിസ്മസ് ട്രീ ഒരുക്കത്തില്ലേ, അപ്പോൾ അതിനെയാണ് ഫിർ ട്രീ എന്ന് പറയുന്നത്. ഇപ്പം മാർക്കറ്റിൽ അവൈലബിൾ ആണ്, നമുക്ക് വാങ്ങി നടുവാൻ സാധിക്കും. ഇങ്ങനെയുള്ള ട്രീ വീട്ടിൽ നിങ്ങളുടെ പുരയിടത്തോ ഉള്ളത് നിങ്ങൾക്ക് നല്ല ലക്ഷണമാണ്, ഭാഗ്യമാണ്. നിങ്ങളുടെ ഫ്രണ്ട്സോ അല്ലെങ്കിൽ നിങ്ങളുടെ പാർട്ട്ണറോ ഈ ഒരു രാശിയിലുള്ള വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ട്രീ വാങ്ങിച്ച് അവർക്ക് ബർത്ത്ഡേ ഗിഫ്റ്റൊക്കെ കൊടുക്കുന്നത് ഏറ്റവും നല്ലതായിരിക്കും. നിങ്ങളുടെ ലക്കി നമ്പർ 9 ആണ്. 9-ൽ തുടങ്ങുന്നതായിട്ടുള്ള ലോക്കറ്റ്, നിങ്ങളുടെ ഫോൺ നമ്പറിൻ്റെ ലാസ്റ്റ് നമ്പർ, വണ്ടിയുടെ നമ്പർ, വണ്ടിയുടെ കളറ്, ഇതെല്ലാം ചുവപ്പ്, 9 നമ്പർ, ഇതൊക്കെ നിങ്ങൾ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നത് നല്ലതായിരിക്കും. കിഴക്ക് വശമാണ് നിങ്ങൾക്ക് ഏറ്റവും
അനുയോജ്യമായിട്ടുള്ള വശം. അടുത്ത നമുക്ക് ടോറസ് നോക്കാം. ഇടവമാണ്. ഏപ്രിൽ 20 മുതൽ മെയ് 20 വരെ ഇതിനിടയ്ക്ക് ജനിച്ച ആളുകൾ ഇടവം രാശിയിൽപ്പെടുന്നതാണ് ടോറസ്. ഇതിൻ്റെ സിമ്പൽ എന്ന് പറയുന്നത് കാളയുടെ സിമ്പലാണ്. വൃക്ഷം എന്ന് പറയുന്നത് ഓക്ക് എന്ന് പറയുന്ന വൃക്ഷമാണ്. പക്ഷി വരുന്നത് പ്രാവാണ്. നിറം പച്ച. നിങ്ങളുടെ ലക്കി നമ്പർ വരുന്നത് 4 ആണ്. എലിമെൻറ്റ് അഥവാ ഘടകം എന്ന് പറയുന്നത് ഭൂമിയാണ്. ദിശ എന്ന് പറയുന്നത് തെക്ക് വശത്തോട്ടാണ്. ഓക്കെ, അപ്പം ഇനി റീഡിങ്ങിൽ സോഡിയക് സൈന്, ഏരീസ്, ടോറസ്, എലിമെൻറ്റ്സ് എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാകും. എലിമെൻറ്റ്സ് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് 4 എലിമെൻറ്റ്സ് ആണ് ഉള്ളത്. വാട്ടർ, എയർ, ഫയർ, എർത്ത്. നിങ്ങളുടെ ടോറസുകാരുടെ, ഇടവം രാശിക്കാരുടെ എലിമെൻറ്റ്സ് എന്ന് പറയുന്നത് ഭൂമിയാണ്. നിങ്ങളുടെ നിറം പച്ച കളറാണ്. ഇടവം രാശിയിൽ പിറന്ന ആൾക്കാർ ഒരുപാട് വൃക്ഷങ്ങളെ വെച്ച് പിടിപ്പിക്കുന്നത് നല്ലതായിരിക്കും. നിങ്ങൾ എപ്പോഴും ഭൂമിയോട് പൊരുത്തപ്പെട്ട് ജീവിക്കുന്ന വ്യക്തികൾ തന്നെ ആയിരിക്കും. അതായിരിക്കും നിങ്ങൾക്ക് കൂടുതൽ ഇഷ്ടം. ചെടി നട്ട് വളർത്തുന്നതൊക്കെ, പ്രകൃതി ഭംഗിയൊക്കെ നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടുന്ന വ്യക്തികളായിരിക്കും. ഈ രാശിയിൽ പിറന്നവരുടെ സ്വഭാവം വിശ്വസിക്കാൻ കൊള്ളാവുന്ന വ്യക്തികൾ തന്നെയാണ് ഇവർ. നല്ല ഉത്തരവാദിത്ത ബോധവും ക്ഷമയും ദൃഢനിശ്ചയങ്ങളും ഉള്ള വ്യക്തികൾ തന്നെയാണ്. നല്ല വിവേകവും പ്രായോഗികമായ ബുദ്ധി ഉപയോഗിക്കുന്ന വ്യക്തികളുമാണ്. ഇവരെ സുഹൃത്താക്കുന്നതിലെല്ലാം ഈ നാളിൽ പിറന്ന ആൾക്കാർ സുഹൃത്തായിട്ടുണ്ടെങ്കിൽ നല്ലതാണ്. ഒരുപാട് വിശ്വസ്തരായിരിക്കും അവർ. ഇങ്ങനെയുള്ളവർ വിവാഹം കഴിക്കുന്നതും നല്ലതാണ്. ഏത് പ്രതികൂല സാഹചര്യത്തിലും അവർ വിട്ടുപോകില്ല. ഒരുപാട് കഠിനാധ്വാനം ചെയ്യുന്നവരുമാണ്. കലാപരമായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ ഒരുപാട് ഇൻട്രസ്റ്റ് കാണിക്കുന്ന വ്യക്തികളാണ് ഇക്കൂട്ടർ. നിങ്ങൾ ജനിക്കുന്നത് ഏപ്രിൽ 20 മുതൽ മെയ് 20 വരെയുള്ള ഡേറ്റിൽ ഇതിനിടയ്ക്ക് ജനിക്കുന്ന ആൾക്കാരാണ് ഇടവം രാശിയിൽ വരുന്നത്, ടോറസ് രാശിയിൽ വരുന്നത്. രാശി എന്ന് പറയുന്നതിന് റീഡിങ്ങിൽ സോഡിയാക് സൈൻ എന്നാണ് പറയുന്നത്. അപ്പോൾ നിങ്ങളത് നോട്ട് ചെയ്യുക. ഇത് അറിയാവുന്ന വ്യക്തികൾക്കല്ല, അറിയാത്തവർക്ക് വേണ്ടിയിട്ട് പറയുകയാണ്. ഇപ്പം നിങ്ങളുടെ പേഴ്സണോ അല്ലെങ്കിൽ വീട്ടിൽ ആരെങ്കിലും ഈ ഒരു രാശിയിലുള്ളതാണെങ്കിൽ നിങ്ങൾക്ക് അവരുടെ സ്വഭാവം വെച്ച് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. അവരുടെ നെഗറ്റീവ് സ്വഭാവം എന്ന് പറയുമ്പോൾ ഭയങ്കര ശാഠ്യവും എപ്പോഴും അവകാശവാദങ്ങൾ പറയും. ഈ അതെൻ്റെയാണ്, ഇതെൻ്റെയാണ്, ഇത് ഞാൻ തന്നതല്ലേ, അത് മുമ്പേ എൻ്റേതായിരുന്നു. അപ്പോൾ എപ്പോഴും ഒരു ചെറിയ കാര്യങ്ങൾക്കും അവകാശവാദങ്ങൾ ഉന്നയിക്കുന്ന വ്യക്തികളായിരിക്കും ഈ കൂട്ടർ. ഭൂമിയെക്കുറിച്ചുള്ള പാഠങ്ങൾ പഠിക്കുന്നതിനും അല്ലെങ്കിൽ അതിനെക്കുറിച്ച് മറ്റുള്ളവരോട് സംസാരിക്കുന്നതിനൊക്കെ ഈ കൂട്ടർക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും. അതിനെക്കുറിച്ച് അറിയുന്നതിനും വീഡിയോസും മറ്റും കാണുന്നതിനൊക്കെ നിങ്ങൾക്ക് ഭയങ്കര താല്പര്യമുള്ള കാര്യമായിരിക്കും. എല്ലാത്തിനും ഒരു സംശയദൃഷ്ടിയോട് കൂടി കാണുന്ന വ്യക്തിയാണ്. ഒരു വൈകാരികമായിട്ടുള്ള ഒരു കാര്യത്തിനും വഴങ്ങി കൊടുക്കുന്ന വ്യക്തികളല്ല. കരഞ്ഞു കാണിച്ചു എന്ന് വിചാരിച്ചൊന്നും പെട്ടെന്നൊന്നും മനസ്സ് തളർന്നു പോകുന്ന വ്യക്തികളൊന്നുമല്ല. എന്നാൽ ദേഷ്യപ്പെട്ട് പറയാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അതും നടക്കത്തില്ല. ദേഷ്യത്തിൻ്റെ മുമ്പിലോ അല്ലെങ്കിൽ ഒരുപാട് കരഞ്ഞു പിടിച്ച് പറഞ്ഞു കഴിഞ്ഞാലൊന്നും ഇക്കൂട്ടർ വഴങ്ങി എന്ന് വരില്ല. അസൂയ ഉള്ള വ്യക്തികളായിരിക്കും. അമിതമായി വിമർശനം കിട്ടുന്നവരും അമിതമായി മറ്റുള്ളവരെ വിമർശിക്കുന്നവരുമായിരിക്കും. ഇങ്ങോട്ടും കിട്ടും, അതുപോലെ അങ്ങോട്ടും കൊടുക്കുകയും ചെയ്യും. ജോലി രംഗത്ത് ഒരുപാട് നല്ല ആത്മവിശ്വാസവും കഠിനാധ്വാനവും ഒക്കെ കാണിക്കുന്ന കൂട്ടർ അവർ ജോലിയിൽ ഒരുപാട് മുൻനിരയിലെത്തുന്ന വ്യക്തികളാണ്. അടുത്തത് ജെമിനിയാണ്, മിഥുനം. മെയ് മാസം 21 മുതൽ ജൂൺ 20 വരെയുള്ള ഡേറ്റുകളിൽ ജനിച്ച വ്യക്തികളാണ് മിഥുനം രാശിയിൽപ്പെടുന്നത്. നിങ്ങളുടെ സോഡിയക് സൈൻ ജെമിനി. സോഡിയക് സൈൻ എന്ന് നമ്മൾ ഇംഗ്ലീഷിൽ പറയും, രാശി എന്ന് മലയാളത്തിൽ പറയും. ഞാൻ രണ്ടും പറയുന്നത് ചില വ്യക്തികൾക്ക് അറിഞ്ഞൂടാത്തത് കൊണ്ടാണ്. അറിയാവുന്നവർ ദയവ് ചെയ്ത് നിങ്ങളെ ബുദ്ധിമുട്ടിക്കാൻ പറയുകയാണെന്ന് വിചാരിക്കരുത്. ഇതുവരെ എൻ്റെ റീഡിങ്ങിൽ കേട്ടിരുന്ന പല വ്യക്തികൾക്കും അത് മനസ്സിലാവാതെയാണ് അവർ ആ റീഡിങ് കണ്ടതെന്ന് അറിഞ്ഞതിൽ എനിക്ക് വിഷമമുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെയൊരു വീഡിയോ ഇടുന്നത്. ഇനി മുതൽ ഞാൻ മലയാളത്തിൽ തന്നെ പറയും.
കാരണം ഒരുപാട് പേർക്ക് അതിനെക്കുറിച്ച് അറിവില്ലാതെ കേൾക്കുന്നത് കൊണ്ട് ഇംഗ്ലീഷ് അറിയാവുന്നവർക്ക് കുഴപ്പമില്ല, അവർക്ക് മലയാളവും മനസ്സിലാവും. അപ്പം അറിയാത്ത ചില വ്യക്തികളുണ്ട്, അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ്. ഇനി മുതൽ എൻ്റെ റീഡിങ്ങിൽ ഞാൻ മലയാളത്തിൽ തന്നെയായിരിക്കും പറയുന്നത്. നിങ്ങളുടെ ചിഹ്നം, മിഥുനം രാശിക്കാരുടെ ചിഹ്നം എന്ന് പറയുന്നത് ഇരട്ടകളാണ് ചിഹ്നം വരുന്നത്. നിങ്ങളുടെ വൃക്ഷം ചാരം, നിറം മഞ്ഞയാണ്. നിങ്ങളുടെ ലക്കി നമ്പർ വരുന്നത് 5 ആണ്. എലിമെൻറ്റ് വരുന്നത് വായുവാണ്, എയർ സൈൻ. നിങ്ങൾക്ക് പടിഞ്ഞാറ് ദിശയാണ് ഏറ്റവും ഗുണകരമായിട്ടുള്ളത്. ഇനി നമുക്ക് ഇവരുടെ സ്വഭാവം നോക്കാം. മിഥുനം രാശിയിൽ ജനിച്ചവർക്ക് ജെമിനി, ഓക്കെ, അവർ എന്ത് കാര്യവും അന്വേഷിച്ച് കണ്ടുപിടിക്കാൻ പറ്റിയ വ്യക്തികളാണ്. എന്തെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ച് അവരുടെ കാതിൽ കൊടുത്താൽ മതി, അതിൻ്റെ അസ്ഥിവാരം വരെ പരിശോധിച്ച് കൊണ്ടുവന്ന് കറക്റ്റ് നിരത്തിത്തരുന്ന വ്യക്തികളാണ്. ഒരു CID പോലെ നിൽക്കുന്ന വ്യക്തികളാണെന്ന് തന്നെ പറയാം. അവരെല്ലാ കാര്യത്തെക്കുറിച്ചും വിശദമായി അന്വേഷിച്ച് കണ്ടുപിടിക്കുന്ന വ്യക്തികളാണ്. ബഹുമുഖം, അവരുടെ സിമ്പൽ തന്നെ ഇരട്ടകളാണ്. അപ്പം 2 മുഖങ്ങൾ അവർ കാണിച്ചെന്നിരിക്കും. ഒരു സമയത്ത് നമുക്ക് തോന്നും ഏറ്റവും കുലീനതവും കാര്യങ്ങളും ഉള്ള വ്യക്തിയാണെന്ന് തോന്നും. ഒന്ന് അങ്ങോട്ട് പോയി തിരിച്ചു വരുമ്പോഴത്തേക്ക് ഭയങ്കര ദേഷ്യത്തോടു കൂടി ഇരിക്കുന്നതായിട്ട് കാണാം. നിങ്ങളുടെ കൂടെ ഉള്ളതോ അത് അല്ലെങ്കിൽ നിങ്ങളുടെ പാർട്ട്ണറോ ഈ രാശിയിലുള്ള വ്യക്തിയാണെങ്കിൽ, ഓക്കെ, മെയ് 21 മുതൽ ജൂൺ 20 വരെയാണ് ഇവർ ജനിക്കുന്ന ആ ഒരു ജന്മ ഡേറ്റ് എന്ന് പറയുന്നത്. മെയ് 21 മുതൽ ജൂൺ 20 വരെ, ഓക്കെ. അപ്പം ഇങ്ങനെയുള്ള വ്യക്തികൾക്ക് പെട്ടെന്ന് സ്വഭാവ മാറ്റങ്ങൾ ഉണ്ടാകും. നല്ല വൃത്തിയായിട്ട് ആശയവിനിമയം നടത്താൻ പറ്റിയ വ്യക്തികളാണ് അവർ. അത്രത്തോളം നല്ല രീതിയിൽ ആശയവിനിമയം നടത്തും. അവർക്ക് എന്താണോ നിങ്ങളെ അറിയിക്കാനുള്ളത് അത് അത്രയും ശുദ്ധതയോടും കറക്റ്റായിട്ടും അവർ നിങ്ങളുടെ മുന്നിൽ അത് പ്രകടിപ്പിക്കുക തന്നെ ചെയ്യും. അതിബുദ്ധിയുള്ള കൂട്ടരാണ് ഇക്കൂട്ടർ. നല്ല യുവത്വം, ഊർജ്ജസ്വലത, സൗഹൃദം സൂക്ഷിച്ചു കൊണ്ടുപോകുന്നതിലെല്ലാം ഇവർ നല്ല വ്യക്തികളാണ്. എന്നാൽ ഇവരുടെ നെഗറ്റീവ് വശം, വിശ്രമമില്ലാത്ത അവർ ജോലി ചെയ്യും, മറ്റുള്ളവർക്ക് വിശ്രമം കൊടുക്കത്തുമില്ല. ഒരു കാര്യത്തിൽ നല്ല രീതിയിൽ ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു വാക്ക് സംസാരിച്ചു കൊണ്ടിരിക്കും, കുറേ ആൾക്കാർ ചേർന്ന് നിന്ന് സംസാരിക്കുകയാണ്. അപ്പോൾ അവിടെ നല്ല രീതിയിൽ ശ്രദ്ധയോടുകൂടിയിരിക്കുന്നു. അവർക്കതിനത്ര ഇൻട്രസ്റ്റ് ഇല്ലയെന്നുണ്ടെങ്കിൽ ആ ഒരു സമയം തന്നെ അവർ ആ ശ്രദ്ധ അവിടെ നിന്ന് മാറ്റിക്കളയുവാൻ അവർ ശ്രമിക്കും. അവർക്ക് പിന്നെ താല്പര്യമില്ലാത്ത ഒരു കാര്യത്തിലും അവർ ശ്രദ്ധിക്കാൻ നിൽക്കില്ല. ഇവരെ നമുക്കത്ര വിശ്വസിച്ച് കൂടെ നിർത്താൻ പറ്റില്ല. ഏത് സമയത്തും അവർ നിറം മാറും. വികൃതി കൂടുതലായിരിക്കും, തന്ത്രശാലികളായിരിക്കും. ഗോസിപ്പുകൾ, ഇവരെക്കുറിച്ച് ഒരുപാട് ഗോസിപ്പുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇവർക്ക് വേർപിരിയുന്നതിൽ അധികം പ്രശ്നങ്ങളൊന്നും ഇല്ല. ചെറിയ ചെറിയ കൃത്രിമങ്ങളും ചെറിയ ചെറിയ വഞ്ചനകളൊക്കെ ഈ കൂട്ടരുടെ സ്വഭാവത്തിൽ പെടുന്നു. ഇക്കൂട്ടർക്ക് പങ്കാളികളുമായിട്ട് അധിക സമയം ചിലവഴിക്കുമ്പോഴത്തേക്ക് അവർക്ക് പെട്ടെന്ന് ബോറടിക്കുന്ന കൂട്ടരാണ് ഇവർ. പുതിയ പുതിയ ആശയങ്ങൾ, പുതുമയാണ് അവർക്ക് എപ്പോഴും ഇഷ്ടം. പുതുമയെ തേടിയാണ് അവരെപ്പോഴും പോകുന്നത്. ഇപ്പോൾ കുറച്ച് നാൾ ഒരു പങ്കാളി കൂടെ ഉണ്ടെങ്കിൽ തന്നെ അവർക്ക് കുറച്ച് നാൾ കഴിയുമ്പോൾ അവർക്ക് ബോറടിക്കുന്നു. അത് ആ ഒരു പേഴ്സൻ്റെ കുഴപ്പമല്ല, അവർ ജനിച്ചിരിക്കുന്ന നക്ഷത്രത്തിൻ്റെ കുഴപ്പമാണ്. അതുകൊണ്ട് ആരും ആ ഒരു വ്യക്തിയെ വെറുക്കാതെ ആ നക്ഷത്രത്തിൻ്റെ പ്രോബ്ലമാണ് എന്ന് വിചാരിക്കുക. അവർ ജനിച്ചു പോയത് ആ ഒരു നക്ഷത്രത്തിലായിപ്പോയി, അല്ലെങ്കിൽ ആ ഒരു രാശിയിലായിപ്പോയി എന്ന് വിചാരിക്കുക. ഓക്കെ, ഇപ്രാവശ്യം നമുക്ക് 3 സോഡിയാക് സൈനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഈ ബാക്കിയുള്ളത് ഞാൻ തുടർന്ന് ഇടാം. ഇത് നിങ്ങൾക്ക് ഗുണം ആകുന്നു എങ്കിൽ ബാക്കിയുള്ളതും കൂടി ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, നിങ്ങൾക്കിത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സുകൾക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. എന്നോട് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട്. അപ്പം ഒരുപാട് പേരായതുകൊണ്ട് എനിക്കത് കമൻറ്റ് ചെയ്യാൻ കഴിയാത്തത് കൊണ്ടാണ് ഞാനിങ്ങനെ വീഡിയോ ആയിട്ട് തന്നെ ഇട്ടത്. ഓക്കെ, താങ്ക് യു.